ഒരു സ്പൂൺ ഗ്രാമ്പു ഉണ്ടോ ഉണ്ടെങ്കിൽ എടുത്തോളൂ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ പെറ്റുപിടിക്ക് വരുന്ന എലികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാം തുരുത്താൻ നമുക്ക് ഗ്രാമ്പു മാത്രം മതി. അതെങ്ങനെയാന്ന് കണ്ടു നോക്കിയിട്ട് കമന്റ് ചെയ്യാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണും ഗ്രാമ്പു. അപ്പോൾ ഗ്രാമ്പു ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്, അതെല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഈ ഗ്രാമ്പുവും കൊണ്ടുള്ള നല്ല നല്ല ടിപ്പുകളാണ് ഇന്നത്തെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് 2-3 ഗ്രാമ്പു ഇട്ട് എന്നിട്ട് നമുക്കതൊന്ന് പൊതിഞ്ഞെടുക്കണം, അതായത് ഒന്ന് കെട്ടിയെടുക്കണം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് റേഷൻ അരികളും അതുപോലെ ചാക്കരി, കുത്തരി അങ്ങനത്തെ അരികളെല്ലാം നമ്മൾ മേടിച്ചു വെക്കും. റേഷൻ അരി ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് ചെള്ളൊക്കെ കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ചെള്ളുണ്ടെങ്കിൽ തന്നെ അത് ഇറങ്ങിപ്പോകാനും നല്ല അരികളിൽ ചെള്ള് കയറാതിരിക്കാനും ഇത് മാത്രം മതി. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ പച്ചരി റേഷനരിയാണ് അത് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇത് ഫുള്ള് ചെള്ളായിരുന്നു. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ടിട്ട് ഇതിലേക്ക് ഇതാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഗ്രാമ്പു ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ പോയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ചുമ്മാ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ പിന്നെ ഓരോന്ന് പിറക്കി മാറ്റണ്ടേ. അല്ലെങ്കിൽ ഗ്രാമ്പു ഒരു മാല പോലെ കെട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെറിയ ഇതായിട്ട് അരി ഒന്നിച്ച് നീക്കി കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിറക്കി വെച്ചിട്ട് അരി അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് കുറച്ച് നേരം തുറന്ന് വെച്ച് കഴിയുമ്പോൾ തന്നെ ആ ചെള്ള് ഫുള്ള് ഇറങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരിക്കലും ചെള്ള് അതിൻ്റെ അതിൽ കയറത്തുമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പ്, ഞാൻ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഈ ഒരു സവാളയുടെ പകുതിയിലേക്ക് ഈ ഗ്രാമ്പു ഒന്ന് കുത്തി കൊടുക്കുക. ഇത് നമുക്ക് വീട്ടിലെ സന്ധ്യാസമയങ്ങളിലും പകലാണെങ്കിലും കൊതുകിൻ്റെ ശല്യം, അതുപോലെ പൊടിയീച്ച ശല്യം, പാറ്റ ഇതിൻ്റെയൊക്കെ ശല്യം കൂടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ കൊതുകിൻ്റെ ശല്യമുള്ള ജനലിൽ ആ ഒരു ഭാഗത്ത് വെക്കുക. പിന്നെ കിച്ചണിൽ ഇങ്ങനെ വെക്കുക. അങ്ങനെ നമ്മൾ ഈ കൊതുകിൻ്റെ ഈച്ചയുടെ ശല്യം ഏത് ഭാഗത്താണോ കൂടുതൽ കാണുന്നത് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവെക്കുക. പിന്നെ കർട്ടനൊക്കെ ഉണ്ടെങ്കിൽ കർട്ടൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. കൊതുകൊന്നും വീട്ടിൽ കയറി വരില്ല. കാര്യം ഈ ഗ്രാമ്പൂവിന് നല്ലൊരു എഫക്റ്റാണ്, ഭയങ്കര സ്മെല്ലാണ്. അതെല്ലാവർക്കും അറിയാമായിരിക്കും. നമുക്കൊക്കെ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് ഗ്രാമ്പൂ. അപ്പോൾ അതേ ഗ്രാമ്പൂ എന്നിട്ട് അതിൽ കുത്തി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ കൊതുകിൻ്റെ ശല്യം, പല്ലിപ്പാറ്റ എല്ലാ ശല്യങ്ങളും മാറുന്നതായിരിക്കും. ഇനി അടുത്ത ടിപ്പ്, ഇതുപോലെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയിലേക്ക് ഇതുപോലെ ഗ്രാമ്പു കുത്തി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഡൈനിങ് ടേബിളിലായിട്ട് ഇതുപോലെ ഇങ്ങനെയൊന്ന് കുത്തിയിട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ചെറിയ ചെറിയ ഈച്ചകളൊക്കെ വന്നിരിക്കുമല്ലോ, അതൊക്കെ പോകാൻ നല്ലതാണ്. കാര്യം ആ ഈച്ചകളെല്ലാം നമ്മുടെ നാരങ്ങയിൽ വന്നിരിക്കും. അന്നപ്പോഴത്തേക്ക് ഈ ഗ്രാമ്പൂൻ്റെ സ്മെല്ല് കാണാൻ ചത്തു പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, വളരെ നല്ല റിസൾട്ട് കിട്ടണം. ഇത് എലീനെ എല്ലാം ഓടിക്കാൻ, നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാനായിട്ട് വളരെ നല്ല ടിപ്പാണ്. എലികൾ അതുപോലെ തന്നെ പല്ലി, പാറ്റ ജീവനും കൊണ്ട് ഓടുന്നതായിരിക്കും കേട്ടോ. അടുത്ത് ഇതുപോലെ ഇപ്പോൾ ഈ 2 രീതിയിൽ ഞാൻ ഇവിടെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ ഞാനൊരു 4 ഗ്രാമ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഗ്രാമ്പ് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഒന്ന് പോക്കറ്റിലിട്ട് കൊടുക്കും. കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും പോക്കറ്റിലോട്ടൊന്ന് ഇട്ട് കൊടുക്കും. ഇതെന്തിനാണെന്ന് വെച്ചാൽ മഞ്ഞുകാലമല്ലേ, ഇപ്പോൾ മഞ്ഞുകാലത്ത് നമുക്ക് പെട്ടെന്ന് ചുമയുണ്ടായി നമ്മൾ മരുന്നും ഗുളികയൊക്കെ കഴിക്കും, ഭയങ്കര ചുമയായിരിക്കും. പക്ഷെ ആ ചുമയൊക്കെ പോകാൻ ഏറ്റവും നല്ലതാണ് ഗ്രാമ്പു. ഈ ചുമയൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഗ്രാമ്പു ഒന്ന് ചവച്ചരച്ച് അതിൻ്റെ നീരിറക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചുമ പിടിച്ചതുപോലെ നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കും, വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ നമ്മൾ മുതിർന്നവരുടെ പോവുകയാണെങ്കിൽ പേഴ്സിലാണെങ്കിലും ഇട്ട് വെക്കുക. എന്നിട്ട് ചുമയ്ക്കുമ്പോൾ നമ്മൾ ഒരു ഗ്രാമ്പു എടുത്ത് ഒന്ന് ചവച്ച് അതിൻ്റെ നീരിറക്കുവാണെങ്കിൽ ചുമ പെട്ടെന്ന് നിൽക്കുന്നതായിരിക്കും. അതും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ. ഇനി അടുത്ത ടിപ്പ്, ഞാൻ ഇതുപോലെ കുറച്ച് ഗ്രാമ്പു എടുത്ത് നമ്മുടെ ഇടികലി വെച്ചൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ച് ഏറെ എടുത്ത് ചതയ്ക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ഏറെ എടുത്ത് ചതച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഗ്രാമ്പു ഇങ്ങനെ ചതച്ചെടുക്കുന്നത് നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, നമുക്ക് പുകച്ചു കൊടുക്കാം. അതെങ്ങനെ പുകയ്ക്കുന്നത് വെച്ചാൽ ഒരു ചിരട്ട എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ചട്ടിയോ എന്തെങ്കിലും പുകയ്ക്കുന്നത് എന്തെങ്കിലും കാണുമല്ലോ, ഒന്നും ഇല്ലെങ്കിൽ ചിരട്ട എടുക്കുക. ആ ചിരട്ടയിലേക്ക് നമുക്ക് ചകിരി ഒന്ന് വെച്ച് കൊടുക്കുക. അതൊന്ന് കത്തിച്ച് കൊടുത്തതിന് ശേഷം ഈ കുറച്ച് ഗ്രാമ്പു ചതച്ച് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലല്ലേ. അപ്പോൾ സന്ധ്യാസമയത്തൊക്കെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ഒന്ന് പുകയ്ക്കുവാണെങ്കിൽ
പിന്നെ കൊതുകൊക്കെ പോകാൻ കൊതുകുകളൊക്കെ പോകാൻ നല്ലതാണ്. സന്ധ്യ സമയത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചിടുമ്പോൾ ഇതുപോലെ നല്ലൊരു പുകയാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലാണ്. ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ യാതൊരു ദൂഷ്യഫലങ്ങളുമില്ല. നമ്മളല്ലാതെയൊക്കെ മേടിച്ച് വെച്ച് കൊതുകിനെ തുരത്തുന്നൊക്കെ മേടിച്ച് വെച്ചാൽ അതൊക്കെ നമ്മുടെ ശരീരത്തിനൊക്കെ ദൂഷ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പാണ്. നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ വളരെ നല്ല ഔഷധ ഗുണങ്ങളാണ് ഉള്ളതാണ് നമ്മുടെ ഗ്രാമ്പൂ. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് പുകച്ചെടുക്കണം. നമ്മുടെ വീടിൻ്റെ ബെഡ്റൂമിൽ എവിടെയാണോ കൊതുകിൻ്റെ ശല്യം വീടിൻ്റെ ഫുള്ള് നമുക്ക് ഇതും കൊണ്ടൊന്ന് പുകച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറു ചൂടുള്ള കഞ്ഞിവെള്ളമാണ്, ഒരുപാട് കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുക്കില്ല. എന്നിട്ട് ഇളനീരിൽ കഞ്ഞിവെള്ളത്തിൻ്റെ തെളിഞ്ഞ് കിടക്കുന്ന ഒരു ഇതേ എടുക്കാവുള്ളൂ. എന്നിട്ട് അതിലേക്ക് ആ ചതച്ച് വെച്ചിരുന്ന ഗ്രാമ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ പല്ലുവേദന, അതുപോലെ തന്നെ വായുനാറ്റം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പുഴുപ്പല്ലുള്ള കുട്ടികൾ കാണും, പല്ലിൽ കേടുള്ളവർക്കാണ്, അങ്ങനെയുള്ള കുട്ടികൾക്കും വലിയവർക്കാണെങ്കിലും ഈ വായുനാറ്റം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാൻ പോലും ഒരു മടി കാണുമല്ലേ, വായുനാറ്റമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ പല്ല് തേച്ചതിന് ശേഷമാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. കഞ്ഞിവെള്ളത്തിലേക്ക് ഗ്രാമ്പും കല്ലുപ്പും ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വായിക്കാവ് കൊള്ളുക. കഞ്ഞിവെള്ളം പിന്നെ തെളിഞ്ഞ കഞ്ഞിവെള്ളമായിരിക്കണം, കട്ടിക്കുള്ള കഞ്ഞിവെള്ളം എടുക്കരുത് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് നമ്മൾ കൊള്ളുവാണെങ്കിൽ നമ്മുടെ വായുനാറ്റം പോകാൻ നല്ലതാണ് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. പല്ലുവേദന ഉണ്ടെങ്കിൽ ഗ്രാമ്പു നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അത് പല്ലിൻ്റെ പോട്ടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കെട്ടിയതുപോലെ പല്ലുവേദന നിൽക്കുന്നതുമായിരിക്കും. നമ്മുടെ മോണ സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാരമാണ് ഗ്രാമ്പു. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ചതച്ച് വെച്ച ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ചതച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളപ്പിച്ചിട്ടതിന് ശേഷം നമുക്കിത് നല്ലപോലെ ആറാൻ വെക്കണം. കണ്ടില്ലേ, ഇത് തിളച്ചപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, നല്ലൊരു കളറായിട്ട് വേണ്ട കാര്യം. ഇതിന് സത്ത് ഫുൾ അതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ തിളപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ തലേന്ന് ഗ്രാമ്പ് കുറച്ച് ചതച്ച് വെള്ളത്തിലിട്ട് വെളുത്തുള്ളിയൊക്കെ ആയിട്ടിട്ട് അടച്ച് വെക്കുകയാണ്. പിറ്റേ ദിവസം അവർ ഈ ഒരു കളർ എൻ്റെ സത്ത് ഫുൾ ഇറങ്ങി കിട്ടും. കണ്ടിലേക്ക് ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് എലികളുടെയും പെരിച്ചാലികളുടെയും ശല്യം എവിടെയാണോ ഉള്ള ആ ഭാഗത്തേക്ക് എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക. എലിമാളത്തിലേക്കാണെങ്കിൽ ഇട്ട് കൊടുക്കുക. കാര്യം എലിമാളത്തിലേക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എലിയെ പിടിക്കാനായിട്ട് പാമ്പ് വരാറുള്ള ഞങ്ങളുടെ വീടിൻ്റെ ഒരു പരിസരത്ത് ഒരു പാമ്പിനെ കണ്ടായിരുന്നു കേട്ടോ. അത് ചേരപ്പാമ്പായിരുന്നു. പക്ഷേ ചേരപ്പാമ്പിനെ നിങ്ങൾ ഓടിച്ച് വിടരുത്. കാര്യം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലോട്ടൊന്ന് വീടിനുള്ളിൽ കയറാതിരിക്കാൻ വേണ്ടി ഇതുപോലെ വീടിന് ചുറ്റി ഈ ഒരു സ്പ്രേ ചെയ്ത് വെക്കുക. ഈ ഗ്രാമ്പൂവിൻ്റെ അതിനെ ഒന്നും ചെയ്യുകയോ അത് ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യരുത്. കാര്യം ചേരപ്പാമ്പിനെ ഓടിച്ച് വിട്ട് അത് അവിടുന്ന് പോയി കഴിയുമ്പോൾ മറ്റു പാമ്പുകൾ അവിടെ വരാൻ സാധ്യത കൂടുതലാണ്. അത് അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചേരപ്പാമ്പിനെ കണ്ടാൽ ആരും ഒന്നും ദ്രോഹിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യരുത്. അതിന് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഇതുപോലെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഒഴിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ വീടിനുള്ളിലാണെങ്കിലും പല്ലിയുടെ പാറ്റാടെ എലിയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് രാത്രിയിൽ ഇട്ടേക്കുക. സന്ധ്യ സമയത്ത് വേണം നമ്മളിതെല്ലാം ചെയ്തിട്ടിടാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനുമാണിത്. അപ്പോൾ ഇന്നത്തെ ഗ്രാമ്പൂവിൻ്റെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.